എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ. യോഹന്നാൻ 10 22 മുതൽ 24 വരെ. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യെരുശലേമിൽ പ്രതിഷ്ഠോത്സവത്തോടനുബന്ധിച്ച് യേശുതമ്പുരാൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ളതാണ് 10-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 28 വരെയുള്ള വേദഭാഗം. യഹൂദ ചരിത്രത്തിൽ ഏറ്റവും ഒടുവിലായി ആചരിച്ചു തുടങ്ങിയ ഉത്സവമാണ് പ്രതിഷ്ഠോത്സവം. യഹൂദന്മാർ കടന്നുപോയ വലിയ ഒരു അഗ്നി പരിശോധനയുടെ കാലത്ത് അവർ കാട്ടിയ വലിയ ധീരതയാണ് ഈ ഉത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നത്. ഗ്രീക്ക് മതവും സംസ്കാരവും ലോകത്തിൽ സ്ഥിരപ്രതിഷ്ഠ ആകണമെന്ന് ആഗ്രഹിച്ച ചക്രവർത്തിയായിരുന്നു അന്ത്യോക്കസ് എപ്പിഫാനസ്. ഇതിനായി യഹൂദ്യയിൽ യഹൂദ മതവുമായി ബന്ധപ്പെട്ടിരുന്ന സകലതിനെയും തുടച്ചു നീക്കാൻ അയാൾ തീവ്ര ശ്രമം നടത്തി. പരിച്ഛേദനം പോലെയുള്ള മതാചാരങ്ങൾ അദ്ദേഹം നിരോധിച്ചു. ഏറ്റവും ദുഃഖകരമായത് യെരുശലേം ദേവാലയത്തിലെ യഹോവയുടെ യാഗപീഠം അശുദ്ധമാക്കുകയും അതിനെ ഗ്രീക്ക് ദേവതയായ സിയൂസിന്റെ ബലിപീഠമാക്കി തീർക്കുകയും ചെയ്തു എന്നതാണ്. ഈ സന്ദർഭത്തിൽ മക്കാബിയ സഹോദരന്മാർ ചക്രവർത്തിക്കെതിരെ ശക്തമായ ലഹള സംഘടിപ്പിക്കുകയും BC 164 അവർ വിജയം വരിക്കുകയും ചെയ്തു. ദേവാലയത്തിലെ യാഗപീഠം പുനഃപ്രതിഷ്ഠിക്കുകയും ആരാധന പുനരാരംഭിക്കുകയും ചെയ്തു. ഈ ധീരമായ നടപടികളുടെയും പുനഃപ്രതിഷ്ഠയുടെയും സ്മരണ കൊണ്ടാടുന്നതിനാണ് പ്രതിഷ്ഠോത്സവം ആചരിച്ചത്. ഡിസംബർ മാസത്തിൽ ഈ പെരുന്നാൾ കൊണ്ടാടി വന്നു. വെളിച്ചത്തിൻ്റെ ഉത്സവമെന്നും ഇതിന് പേര് വിളിക്കപ്പെട്ടു. ഈ ഉത്സവ മധ്യേ ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിലാണ് യേശു ഈ പ്രഭാഷണം നടത്തിയത്. റബിമാർ തങ്ങളുടെ ശിഷ്യർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇടമായിരുന്നു ഈ സ്ഥലം. അവിടെ നടന്നുകൊണ്ടാണ് കർത്താവ് ഈ വചനങ്ങൾ അരുളി ചെയ്തത്. മനുഷ്യ ജീവിതങ്ങളാകുന്ന യാഗപീഠങ്ങളിൽ അശുദ്ധിയുടെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്ന അപജയങ്ങളിൽ നിന്നും യേശുവിൻ്റെ സമകാലീന യഹൂദർ രക്ഷപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, യഹൂദ മതത്തിലെ പരിചയസമ്പന്നരായ ആളുകൾ യേശുവിനോടുള്ള സമർപ്പണത്തിൽ പ്രവേശിക്കുന്ന തീരുമാനം നീട്ടിവെച്ചു. യേശുവിൻ്റെ വാക്കുകളും ചര്യകളും ദൈവപുത്രൻ എന്നുള്ള തൻ്റെ അവകാശവാദത്തെ ശരിവെക്കുന്നവയായിരുന്നു. യേശു ചെയ്ത ഓരോ അടയാളവും ദൈവരാജ്യ അടയാളങ്ങളായിരുന്നു. കുരുടന്മാർ കാണുന്നതും ചെകിടന്മാർ കേൾക്കുന്നതും മുടന്തന്മാർ ചാടി നടക്കുന്നതും ഊമന്മാർ പാടുന്നതുമെല്ലാം ദൈവരാജ്യ അടയാളങ്ങളായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. വേദഗ്രന്ഥങ്ങൾ അറിയുന്നവർ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്ന ദൈവം എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്റെ എല്ലാ അടയാളങ്ങളും യേശുവിൽ ഉണ്ടായിട്ടും അവർ യേശുവിനെ അംഗീകരിക്കുന്നതിനുള്ള തീരുമാനം മാറ്റിവെച്ചു. അവിടുത്തെ വചനം അവർ കേട്ടില്ല. 2, യേശുവിൻ്റെ ആട്ടിൻപറ്റത്തിൽ അവർ സ്വയം അംഗങ്ങളാകാതിരുന്നതിനാലാണ് അവർക്ക് വിശ്വസിച്ച് ദൈവരാജ്യ അംഗങ്ങളാകാൻ കഴിയാതെ പോയത്. ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് അവർ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കണമായിരുന്നു. അവരുടെ മനസ്സുകൾ യേശുവിലൂടെയുള്ള ദൈവശബ്ദം കേൾക്കുന്നതിനെ പരുവപ്പെടുത്തിയില്ല. 3, യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തോട് സമന്വയപ്പെടുന്നതിനാലാണ് നിത്യജീവന്റെ പ്രതിഫലം അനുഭവമാകുന്നത്. യേശുവിനെ അനുഗമിക്കുന്ന ആടുകൾ പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും അനുഭവമാക്കും. ഇടയന്റെ വടിയും കോലും തങ്ങൾക്ക് നിയന്ത്രണവും ദിശാബോധവും നൽകുന്നതിനാൽ
ഇടയ കേന്ദ്രിതമായി അവർ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്ന ജീവൽ സമൃദ്ധി അനുഭവിക്കും. സ്വന്തം ജീവൻ ആടുകളുമായി പങ്കുവയ്ക്കുന്ന ഇടയന്റെ ജീവൽ ഭാവം ആടുകളിൽ ഉള്ളതിനാൽ അവയൊരിക്കലും ചെന്നായ്ക്കളായി മാറാൻ സാധ്യതയില്ല. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം അറിയാമെങ്കിലും ജീവിതത്തിൻ്റെ സാധാരണ അനുഭവങ്ങളിൽ എന്തുകൊണ്ടാണ് അവയെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പ്രായോഗികമാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത്. ആക്ഷരികമായ അറിവ് അപര്യാപ്തമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ ഉപാധികൾ കൂടാതെ ദൈവവചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ നാം വചനത്തെ കാണുകയാണോ അതോ വചനത്തിൻ്റെ വെളിച്ചത്തിൽ സംസ്കാരത്തെ വിചാരണ ചെയ്യുകയാണോ വേണ്ടത് എന്നത് ആഴമായി ചിന്തിക്കണം. ദൈവവചനത്തിന് നമ്മിൽ വസിക്കാൻ നമ്മൾ ഇടം നൽകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നോട് സംസാരിക്കുന്നത് നിർത്തിക്കളയരുതേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവെ, മനോഹരമായ പുതിയ ദിനത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഉൾക്കാഴ്ചയ്ക്കായി, ദൈവവചനത്തിൻ്റെ സ്വാധീനത്തിനായും ശക്തിക്കായും സ്തോത്രം. ഞങ്ങളെ വിശുദ്ധമായി അവിടുന്ന് സ്വീകരിക്കുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, അവിടുത്തെ വചനത്തിൻ്റെ ആഴം, ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന സാംസ്കാരിക പശ്ചാത്തലം, ഇതെല്ലാം വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാനും വിലയിരുത്താനും ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിത അനുഭവങ്ങളിൽ ദൈവം തമ്പുരാൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ മധുരമായ ഓർമ്മകൾ പങ്കിടുന്ന എല്ലാവർക്കായും സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവകൃപയെ ഓർത്ത് പുതിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ കൃപയും ദയയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.